വീണ്ടും വരുന്ന ദൈവത്തിൻ്റെ ദിവിഷനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നല്ലൊരു പ്രഭാതം കൂടെ നമുക്ക് തന്നനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ചിന്തിക്കുവാനും സ്വർഗം തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് വരങ്ങൾ ഔന്നത്യം വർദ്ധിപ്പിക്കുന്നു എന്ന തലക്കെട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായി വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്നൊരു പ്രഭാതം കൂടെ അടിയങ്ങൾ തന്നനുഗ്രഹിക്കുകയും അങ്ങയുടെ വചനത്തെ ചിന്തിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുക. സ്തോത്രം. ഞങ്ങളുടെ വചനങ്ങളെ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം. അടിയങ്ങൾക്ക് വേണ്ടുന്നതായ ആത്മാവിനെ തന്നനുഗ്രഹിക്കണം. ക്രിസ്തു മാത്രം വലിയ പ്രാർത്ഥിക്കണം പിതാവേ, ആമേൻ. എഫേസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുന്നതായ ആലോചന ഇപ്രകാരം പറയുന്നു: വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ളതായ ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മവർദ്ധനയ്ക്കും ആകുന്നു എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതായ സമയം ഒരു ശിശു വളർന്ന് ഒരു പ്രായമാകുമ്പോൾ അവർക്ക് എല്ലാത്തിലും മാറ്റങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 8 മുതൽ 13 വയസ്സ് വരെയുള്ളതായ കുട്ടികളിൽ നമ്മൾ കാണുന്നത് അവരുടെ ശാരീരികത്തിലുള്ളതായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നു. 10 മുതൽ 14 വയസ്സ് വരെയുള്ളതായ ഇതിനിടയിൽ അവർക്ക് മാനസികമായിരിക്കുന്നതായ ഒരു വളർച്ചയുടെ പ്രാരംഭം കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 16 വയസ്സ് വരെ ഉള്ളതായ കുട്ടികളിൽ അവരുടെ വളർച്ചയുടെ ഏറ്റവും ഒരു നല്ലൊരു രീതിയിലേക്ക് അവർ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവരെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ അവരുടെ ശരീരഘടനയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയം 30 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ അസ്ഥികളും മജ്ജകളും മാംസങ്ങളും ഒക്കെയും ഉറച്ച് അവരൊരു പൂർണ്ണ മനുഷ്യരായി തീരുകയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. വളർച്ച ഏതൊരു ജീവനും വലുതായി ആവശ്യമായിരിക്കുന്നതായ കാര്യമാണ്. അതുതന്നെയാണ് വേദപുസ്തകം നമ്മൾ വായിക്കുന്ന സമയം എഫേസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നതായ കാര്യം, ഒരു സഭയായിരിക്കുന്നതായ സമയം അതിനെപ്പോഴും വളർച്ച ആവശ്യമാകുന്നു. അത് മുരടിക്കുകയല്ല വേണ്ടത്, പിന്നെയോ ആത്മാവിനാൽ അത് ബലപ്പെടുകയും ആത്മാവിനാൽ അത് വളരുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്നിവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയം നാം വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയമേ ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യുന്ന സമയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ വളർച്ച എത്തിയിരിക്കുന്നുവെങ്കിലും നമ്മൾ ആത്മീയമായിരിക്കുന്ന നമ്മുടെ വളർച്ച പലപ്പോഴും പുറകോട്ടാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിന് എന്തുകൊണ്ടാണ് നാം ആത്മീയമായിട്ട് വളരാത്തതിന് കാരണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവിടെ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നതും ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ ആത്മാവിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുകയും ആത്മാവ് നമുക്ക് നൽകുന്നതായ ഉപദേശങ്ങൾ നമ്മൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ വളർച്ച മുരടിക്കുവാൻ കാരണം. അതുപോലെ തന്നെ പ്രവചനങ്ങളെ നാം തുച്ഛീകരിക്കുന്നതും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നതായ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ 1 കൊരിന്ത്യർക്ക് ലേഖനം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നു, സ്നേഹം ആചരിപ്പീൻ, ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളെ വിശേഷാൽ പ്രവചന വരം വാഞ്ചിച്ചിരിപ്പീൻ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മീയമായിരിക്കുന്നതായ വരങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ വളരണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാവണം. നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം, നമ്മൾ അന്യോന്യം ഉത്സാഹത്തോടുകൂടെ ആത്മീയമായിരിക്കുന്ന വളർച്ചയെ നമ്മൾ പങ്കെടുക്കണം. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആത്മീയ വരങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിലുപരി യോഹന്നാൻ എഴുതിയ വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലും യോഹന്നാൻ ഇത് തന്നെയാണ് പറയുന്നത്, ദൈവവചനവും ദൈവകൽപ്പനയും പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായിരിക്കുമ്പോൾ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉണർവുണ്ടാകുമെന്ന് ബൈബിൾ നമ്മളെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ ആത്മീയ വരങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കുകയും അതിന് അനുസരിച്ച് നമുക്ക് വളരുവാനും സാധിക്കുമെന്ന് ഇവിടെ വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ
നമ്മളെ തന്നെ നാം ശോധന ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കണം. ഇന്നും നമ്മൾ ശിശുക്കളെ പോലെ മുട്ടിലെഴിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മീയമായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നതല്ല എങ്കിൽ ഇന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നതായ കാര്യം യേശുവിനുള്ളതായ വിശ്വാസവും അവൻ്റെ സാക്ഷ്യവും ഉള്ളതായിരിക്കുന്നതായ മക്കളായി നാം നമ്മളെ തന്നെ രൂപാന്തരപ്പെടുകയും നമ്മളെ തന്നെ നമ്മൾ അതിൽ തന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് വളരുവാൻ സാധിക്കും. നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വളരുവാൻ സാധിക്കും. അതിലുപരി നമ്മുടെ സഭയിലും നമുക്ക് വളരുവാൻ സാധിക്കും. ആകയാൽ ഇന്ന് നമ്മൾ യേശുവിനുള്ളതായ കൽപ്പന പ്രമാണിക്കുന്ന മക്കളും യേശുവിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.